ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുപോലെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇവിടെ വന്ന് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആശുപത്രിയിൽ കിടക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ ആശുപത്രിയിൽ വരാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ആശുപത്രി വരാനുള്ള കാരണം ഉണ്ടാക്കിയതാരാ? ഞാനാ? പിന്നെ ആരാ? ഞാനോ? പിന്നല്ലാതെ. നിന്നെ കാണാത്തോണ്ടല്ലേ എനിക്കിങ്ങനെ വന്നേ. നന്നായി. അപ്പൊ ഒരു കാര്യത്തിന് പോണെങ്കി ഞാൻ എന്താ ചെയ്യണ്ടേ? ആ കാര്യത്തിന് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ വെറുതെ. ആ കാര്യത്തിന് ഞാൻ പോവുകയും ചെയ്യും, ആ കാശ് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തളർന്നൊന്നും വീഴാതെ എനിക്ക് എന്റെ അമ്മയെ നടത്തിക്കൊണ്ട് പോകാനുള്ളതാ. അതെ, കുറച്ചു കാലൊന്നും അല്ല. ആ ആഗ്രഹം കൊള്ളാം. പക്ഷേ ഒരു ദിവസം ആരെയും വിളിച്ചുണർത്താൻ വരുമ്പോഴേ. കേട്ടോ കൃഷ്ണൻ, എപ്പോഴും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ എത്ര പറഞ്ഞാലും നിർത്തുമില്ല. പറയുന്നവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, മറ്റുള്ളവരുടെ മനസ്സൊന്നും മനസ്സിലാക്കണ്ടല്ലോ. എന്തേ, കഞ്ഞിതരല് മതിയാക്കിയോ? മതിയെങ്കി മതി. ആരാ പറഞ്ഞ മതിയെന്ന്? ഇത് മുഴുവൻ കുടിച്ചു തീർക്കാതെ ഞാൻ സമ്മതിക്കില്ല. കുടിച്ചേ. ഡോക്ടർ പറഞ്ഞു അറ്റം വരെ പോയിട്ടുള്ളൊരു തിരിച്ചുവരെ വന്നു. ചുമ്മാ, ഡോക്ടർക്ക് അറിയില്ലല്ലോ നീ വന്ന് വിളിച്ച ഞാൻ കണ്ണു തുറക്കുവന്ന്. പിന്നെ ഞാൻ വലിയ ദിവ്യശക്തി കൊണ്ട് നടക്കല്ലേ. ഡോക്ടർ എന്നോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിന്നോളാൻ. ഈ ബോധം കെട്ട് കിടക്കുന്നവരെയൊക്കെ വിളിച്ചുണർത്താനേ. എന്താ, മതിയോ? ദേഷ്യൊന്നും വരണ്ട. നീ കൊറേ ക്ഷീണിച്ചു, നിറവും മങ്ങി. ഒന്ന് നേരെ ഇരിക്കാറായി. അടുത്ത പരാതിക്കുള്ള വക അന്വേഷിച്ചോണ്ട് നടക്കുക. ഞാനാകെ ക്ഷീണിച്ച് മെലിഞ്ഞ് കാണാൻ പറ്റാത്ത കോലത്തിലായിട്ടുണ്ടല്ലോ. ഞാൻ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നേരത്തെ ഉറങ്ങുന്നുണ്ട്. അമ്മയും ഇതൊന്നും ചെയ്യാത്ത. കഴിച്ചേ. അതെ, ഡോക്ടർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഉണ്ണിമേ, ഇതൊന്ന് കൊടുത്തേ, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. അതെ, ഡോക്ടർ ഓപ്പറേഷന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ തലയും കുരിക്കും മിണ്ടാതെങ്കിൽ പോരരുത് കേട്ടോ. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. നീ കുടിക്കേ. മതിയടി. ആഹാ, മോള് തന്നാലേ കുടിക്കൂ. നീ എന്റെ മോള് തന്നെയല്ലേ? ആണല്ലോ, കുടിക്കേ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ പ്രണയത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എവിടെ തൊട്ടാലും താൻ അഭിപ്രായം പറയുന്നുണ്ടല്ലോ. ഈ ഒരു കാര്യത്തില് സത്യത്തിൽ തനിക്ക് രഹസ്യമായിട്ട് ബന്ധം വല്ലതും ഉണ്ടോ? അസലായി. പരസ്യമായിട്ടൊരു ബന്ധം സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പോഴാ രഹസ്യബന്ധം. എന്നെ സാറേ, സാറ് വേറെ പണിയൊന്നുമില്ലേ? സാർ എങ്ങനെയെങ്കിലും ഗാഥാമാർത്തിന്റെ പിണക്കം തീർക്കാൻ നോക്ക്. എടോ, ഇനി എങ്ങനെ? ഒരു പണ്ടത്തെ വെറൈറ്റി ഒന്ന് പിടിച്ചാലോ സാറേ? ഈ മാനിന്റെയും മയിലിന്റെയും അരയണത്തിന്റെയും കയ്യില് ദൂത് കൊടുത്തയക്കുന്നത് കുറച്ച് ത്രില്ലിങ്ങാ. ചില നേരത്തെ മാണിക്കുഞ്ഞ് തന്നെ പോലൊരു പരമ ബോറൻ ഈ ലോകത്തില്ല കേട്ടോ.